ദുരന്തം തീർത്ത അനാഥത്വം പേറിയവർക്ക് മണ്ണിലേക്ക് മടങ്ങേണ്ടി വന്നില്ല. ബന്ധുക്കളുടെയും നാടിൻ്റെയും കണ്ണീരിൽ അവനവനായി ഒരുക്കിയ 6 അടി മണ്ണിലേക്ക് സംസ്ഥാന ബഹുമതികളോടെ സർവ്വമത പ്രാർത്ഥനകളോടെ അവർ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞവർ നാടിൻ്റെ നഷ്ടമാണ്. ജീവിച്ചിരിക്കുന്നവരെ മികച്ച നിലയിൽ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി നമ്മുടെ നാട് പോകുന്നത്. തെരച്ചിൽ അതിൻ്റെ സമഗ്രതയിൽ തുടരുകയുമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, സാധാരണ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി എന്താണ്? ആരും തിരിഞ്ഞു നോക്കാനില്ല, അധികൃതരുടെ അനാസ്ഥ. ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അന്യം നിന്ന വാക്കുകളാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചവർക്ക് എല്ലാം ഒരുക്കി, എല്ലാം നോക്കി, എവിടെയും കടന്നു ചെന്ന് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന സർക്കാരുള്ള നാടായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പാഠമാക്കേണ്ടതാണ് ഈ കേരള മികവ്. രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിൻ്റെ ഈ മികവ്. ഈ നിലയിൽ വയനാടുമായി ബന്ധപ്പെട്ട് വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടതെല്ലാം ചെയ്ത് ഈ നാട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടവും അതേ സൂക്ഷ്മതയോടെ പരിശോധിച്ചും ഒക്കെ തന്നെ ഈ നാടും ഒപ്പം സഞ്ചരിക്കുകയാണ്. എടുക്കുന്ന നടപടികൾ, കൈമെയ് മറന്ന് രാപ്പകലില്ലാതെ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ അവരെല്ലാം മാറ്റിവെച്ച് ഒരു നാട്ടിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന, ഏറ്റവും ആശങ്കയിൽ കഴിയുന്ന, എല്ലാം തകർന്ന മനുഷ്യർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. ആ നിലയിലുള്ള വയനാടിൻ്റെ ഒരു വീണ്ടെടുക്കുന്ന വയനാടിന് അതുപോലെ തന്നെ വലിയ തോതിലുള്ള സഹായ പ്രവാഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആ പ്രദേശത്തെ, ആ മണ്ണിനെ നമ്മൾക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാമുള്ള വലിയ നടപടികൾ നടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഇപ്പോഴത്തെ അവിടെ നടന്നു വരുന്ന കാര്യമാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടരുകയാണ്. ഒരാളും അനാഥരാവാതെ ഈ നാടിൻ്റെ മക്കളായി അവർക്ക് വേണ്ട പ്രാർത്ഥനകളോടെ, ബഹുമതികളോടെ, സംസ്ഥാന ബഹുമതികളോടെ ഒക്കെ തന്നെ അവർക്കായി ഓരോരുത്തർക്കായി നൽകിയിട്ടുള്ള 6 അടി മണ്ണ് ആ നിലയിൽ തന്നെ ആ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ ചുരുക്കത്തിൽ വേഗത്തിലൊന്ന് അവിടെ നിന്നും സച്ചിനുമായി സംസാരിച്ച ശേഷം സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക്, അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളാകെ ഏകോപിപ്പിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി അംഗം കൂടിയാണ്, അദ്ദേഹത്തിലേക്ക് പോകാം. സച്ചിൻ, അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിച്ച സംസ്കാര ചടങ്ങുകൾ ഇതുവരെ എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ടുണ്ട്? അത്തരം കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ, വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ. ഇപ്പോൾ നിലവിൽ ശക്തമായ ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഈ മേഖലയിലുള്ളത്. മഴയുണ്ടോ? നിലവിൽ ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയിൽ. അതിനാൽ തന്നെ സംസ്കാര പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. കാരണം മൃതദേഹങ്ങൾ എടുത്തു വരുന്ന ഭാഗത്തൊക്കെ ഈ വളണ്ടിയർമാർക്ക് ഒരു ഭീഷണിയുണ്ട്. കാരണം വഴുതി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ മേഖലയിൽ വഴിയൊക്കെ ഒരുക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ, യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ. നിലവിൽ 9ഓളം ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ 100-ലധികം ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 30 പൂർണ്ണ മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ സംസ്കരിച്ചു. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്കാരം നടന്നത്. ആദ്യം 16, പിന്നീട് 16 സംസ്കരിച്ചു. ഇപ്പോൾ 50-ലേറെ ശരീരഭാഗങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 9 ആംബുലൻസുകളിൽ ശരീരഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. 100-ലേറെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അത് ഓരോ ശരീരഭാഗവും പ്രത്യേകമായി തന്നെ കണ്ട് നമ്പറിട്ട് സംസ്കരിക്കുന്നു, മറവ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അവിടെ ആ നമ്പർ രേഖപ്പെടുത്തപ്പെട്ട ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. ഇങ്ങനെയല്ലേ സച്ചിൻ? തീർച്ചയായും ശരത്. കാരണം DNA പരിശോധനയുടെ രേഖകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സംസ്കാര പ്രവർത്തനങ്ങൾ, അതായത് ശരീരഭാഗങ്ങളാണെങ്കിൽ പോലും ഒരു മൃതദേഹത്തിന് നൽകുന്ന ആദരവോട് കൂടിയാണ് ഇവിടെ സംസ്കാര പ്രവർത്തനങ്ങൾ. അതെ, സച്ചിന പറഞ്ഞതാണ് അതിൻ്റെ കേരളം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഒരു നാട് പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി കാട്ടിക്കൊടുക്കുകയാണ്. അത് ഭാവി കാലത്താകെയും രാജ്യത്തിന് മുമ്പിലെ ശരിയായ ഒരു മാതൃക തന്നെയാണ്. അങ്ങനെ മരണപ്പെട്ടവരെ ആ നിലയിൽ കൈയൊഴിയേണ്ടതല്ല എന്നും അവരെയെല്ലാം ആ നിലയിൽ തന്നെ സ്നേഹത്തോടെ, ആദരവോടെ, ദുഃഖത്തോടെ, കണ്ണീരോടെ, അപ്പോഴും ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നെ അതിനുവേണ്ട നടപടികൾ ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന് പോലും ഇടവരുത്താത്ത വിധം
ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളിടത്താണ് നമ്മുടെ നാട്. നമ്മൾ അഭിമാനകരമായി ഈ വലിയ ദുഃഖമുള്ളപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത് ആ നിലയിൽ വേണം അതിനെ കാണാൻ എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ആവർത്തിച്ചു പറയാനുള്ളത്. ഈ കാഴ്ച ഓരോന്നും നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ടത് ആ വിധത്തിലാണ്. ശരി സച്ചിൻ, പിന്നാലെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വരികയും ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ സംസാരിച്ചതുപോലുള്ള സംസ്കാര ചടങ്ങുകളാണ്. അതിൻ്റേതായ എല്ലാ തരത്തിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും വല്ലാത്ത ദുഃഖവും അതേസമയം ഒരു വലിയ ആശ്വാസവും അഭിമാനവും ഒക്കെ തരുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാതെ വളരെ വ്യക്തതയോടെ എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ ആ നിലയിൽ തന്നെ എത്തേണ്ടതുണ്ട്. മന്ത്രിസഭാ ഉപസമിതി ഇതേക്കുറിച്ച് ഈ സംസ്കാരത്തെ ഈ കൂട്ടസംസ്കാരം തന്നെ വേണ്ടി വരുമല്ലോ. തിരിച്ചറിയപ്പെടാത്ത മനുഷ്യരായി അതിൽ അവസാനിച്ചു പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇത് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ മന്ത്രിസഭാ ഉപസമിതിയും മന്ത്രിസഭയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ടാകുമല്ലോ. ആ ധാരണ പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നാണോ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ? ഞങ്ങൾ സമയമെടുത്താണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഫോഴ്സസിൻ്റെ ഹെഡിൻ്റെ യോഗങ്ങളായാലും ക്യാമ്പിൻ്റെ കാര്യങ്ങളായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ കാര്യങ്ങളായാലും ഇപ്പോൾ പറയുന്ന സംസ്കാര ചടങ്ങുകളായാലും ഇപ്പോൾ എവിടെ മറവ് ചെയ്യണമെന്നുള്ള കാര്യത്തിലും ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. ആ അഭിപ്രായങ്ങൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടെടുത്ത് അതിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസവും കരുത്തും നൽകുക എന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് പകരം വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. മഹാഭൂരിപക്ഷവും നല്ല നിലയിലാണ് നിലകൊള്ളുന്നതും നിലപാടുകൾ സ്വീകരിക്കുന്നതും. അപ്പോൾ എല്ലാവരും യോജിച്ച് നിൽക്കണമെന്നാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആകെ നമുക്ക് ലഭ്യമായ മൃതദേഹം 226 അത് 226 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. കുടുംബത്തിന് 174 നൽകിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് നമുക്ക് 6 മൃതദേഹങ്ങളാണ് കണ്ടെത്താനായത്. അതിൽ 5 നിലമ്പൂരിൽ നിന്നാണ്, 1 വയനാട് നിന്നുമാണ്. ബോഡി പാർട്സ് 181 കണ്ടെത്തിയത്. ആ 181 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട് 16 ക്യാമ്പുകളുണ്ട്. ശരത്തെ 16 ക്യാമ്പിൽ 720 കുടുംബങ്ങളുണ്ട്. 940 പുരുഷന്മാർ, 951 സ്ത്രീകൾ, 623 കുട്ടികളാണ് ക്യാമ്പിലുള്ളത്. അങ്ങനെ 2514 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ക്യാമ്പിലെ അംഗങ്ങളുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ചിട്ടയായ പ്രവർത്തനമാണ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും വളണ്ടിയർമാരും നടത്തുന്നത്. നേരത്തെ പലരും ക്യാമ്പിൽ ഇവരെ കാണാൻ ഈ മഴയത്ത് ചളിയും ചവിട്ടി ഉള്ളിൽ കയറുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി സിസ്റ്റമാറ്റിക്കായി ക്യാമ്പുകൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സിസ്റ്റമാറ്റിക്കായി ക്യാമ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, കൺട്രോൾ റൂമുണ്ട്, മെഡിക്കൽ ടീമിൻ്റെ ഒരു സ്പെഷ്യൽ കൗണ്ടറുണ്ട്, ഭക്ഷണത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും ക്യാമ്പുകൾ പോകുന്നു. അതുപോലെ തന്നെ രേഖകളും സർട്ടിഫിക്കറ്റുകളും മറ്റും നഷ്ടപ്പെട്ടവരുണ്ട്. അവിടെ ഹെൽപ്പ് ഡെസ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി അതിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നു. പിന്നെ പുനരധിവാസമാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി തന്നെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷം ഒരു നിലപാടായി, ഒരു തീരുമാനമായി മാറുകയുള്ളൂ. ഇപ്പോൾ ഒരു തീരുമാനമല്ല പറഞ്ഞത്, ഒരു കാഴ്ചപ്പാടാണ്. അതിനോട് എല്ലാവരും ഇപ്പോൾ യോജിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസം ഉറപ്പുവരുത്തുന്നത് വരെ ഇവരെ താമസിപ്പിക്കുവാനുള്ള ആലോചനകൾ, ഷെൽട്ടറും മറ്റ് സംവിധാനങ്ങളും ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിലെല്ലാവരുടെയും അഭിപ്രായം എടുക്കണമെന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ആ നിലയിൽ അവരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തീരുമാനമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകിട്ട്
മന്ത്രിസഭാ ഉപസമിതി അംഗമായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് നമ്മളിങ്ങനെ മാതൃകാപരമായി തന്നെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴും ഇനിയും 50 സെൻറ്റോളം ഭൂമി വേണ്ടതായിട്ടുണ്ട്. അത് അതിവേഗം ഏറ്റെടുത്ത് നടപടികളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവർക്കെല്ലാവർക്കും 6 അടി മണ്ണ് ഒരുക്കുകയാണ്. ഇപ്പോൾ ശരീരഭാഗങ്ങളെപ്പോലും അത് ഓരോ വ്യക്തിയായി തന്നെ കണ്ട് നമ്പറിട്ട് മുമ്പ് പറഞ്ഞ DNA പരിശോധനയുടെ പശ്ചാത്തലമൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതിന് അധികമായി ഈ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അത് അതിവേഗം സമയബന്ധിതമായി മണിക്കൂറുകൾ കൊണ്ട് നടപ്പാകുന്ന വിധത്തിലാണോ ഇപ്പോൾ അതിൻ്റെ നീക്കം നടക്കുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ ഈ സംസ്കാര ചടങ്ങ് നടത്തിയ ഭൂമി അങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് അതേ നില തന്നെ ബാക്കിയുള്ള കാര്യത്തിൽ തുടരും. റൈറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നാളത്തെ തെരച്ചിൽ അതുമായി ബന്ധപ്പെട്ടൊരു രൂപരേഖ അതായത് തലേ ദിവസം വന്നിട്ടുള്ള തെരച്ചിൽ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, അതിൻ്റെ ഒരു റിവ്യൂ, അതിനെ തുടർന്നാണോ അടുത്തൊരു ദിവസത്തെ തെരച്ചിൽ എങ്ങനെയൊക്കെ വേണം എന്നൊരാലോചനയിലേക്ക് പോകുന്നത്? അങ്ങനെ മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു ഫൈനൽ ക്ലിയറൻസോടു കൂടിയാണോ ഈ തെരച്ചിലിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ തെരച്ചിൽ എന്നതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്? ഇപ്പോൾ വളരെ സമഗ്രമായ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ സോണുകളായി തിരിച്ച് 40-ലേറെ ടീമുകൾ തെരച്ചിൽ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഒരു തെരച്ചിലിൻ്റെ രൂപരേഖ എന്നത് സംബന്ധിച്ചൊരാലോചന ഇപ്പോഴെങ്ങനെയാണ്? 4 ദിവസം മുമ്പാണ് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. എല്ലാ ഫോഴ്സസിൻ്റെയും വിവിധ വകുപ്പുകളുടെയും ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് 6 സോണുകളായി തിരിക്കാനും 40 ടീമായി തിരിക്കാനും ഓരോ സോണിലും നമ്മൾ നൽകേണ്ട ഫോഴ്സസിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും എണ്ണം തീരുമാനിച്ചു. ചില സോണിൽ കൂടുതൽ വേണ്ടി വരും. കാരണം കൂടുതൽ മൃതദേഹത്തിൻ്റെ സാധ്യത ഉള്ള ഭാഗങ്ങളിൽ കൂടുതൽ പേരെ അവിടെ പ്രത്യേകം നിശ്ചയിച്ചു. അതുപോലെ തന്നെ സാമഗ്രികളും ഹിറ്റാച്ചി ആയാലും മറ്റ് കാര്യങ്ങളായാലും ചിലയിടത്ത് കൂടുതൽ നൽകേണ്ടി വരും. ആ നിലയിൽ നൽകിക്കൊണ്ടുള്ള ഒരു വർക്ക് പ്ലാനാണ് ഞങ്ങൾ ആലോചിച്ചെടുത്തത്. ആ പ്ലാനിൽ ഇപ്പോൾ മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. ചാലിയാർപ്പുഴയാണെങ്കിൽ ഒരു 40-ഓളം 50-ഓളം കിലോമീറ്റർ നീളമുള്ളതാണ്. 8ഓളം പോലീസ് സ്റ്റേഷനുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഹെഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടാണ് 8 പോലീസ് സ്റ്റേഷൻ പരിധിയിലും തെരച്ചിൽ നടത്തുന്നത്. പുഴയെ അറിയുന്നവരാണതിൽ, പുഴയുടെ എല്ലാ സ്വഭാവം അറിയുന്നവരാണ് അവിടുത്തെ നാട്ടുകാർ. അവരെയാണ് ഇതിലൊരു പ്രധാനികളായി ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഞങ്ങൾ അവിടെ നിശ്ചയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപസമിതിയുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. പ്രധാന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ യോഗത്തിലും കുറേയേറെ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം രാവിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കാറുണ്ട്. അതോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ തെരച്ചിൽ നടക്കുന്ന ഇടമായാലും ക്യാമ്പുകളായാലും മറ്റു എന്തെങ്കിലും വിഷയങ്ങളുണ്ട് അവിടെയൊക്കെ ആയാലും ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് പോയി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ആലോചിച്ച കാര്യങ്ങൾ എല്ലാവരും ഒരു ടീമായിക്കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നല്ല നിലയിൽ നടപ്പിലാക്കാൻ എല്ലാ ഫോഴ്സുകളും എല്ലാ രക്ഷാദൗത്യത്തിനിറങ്ങിയ സംഘടനകളും എല്ലാവരും തയ്യാറായി എന്നുള്ളത് ഞാൻ പ്രത്യേകം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. മിനിസ്റ്റർ, അതുപോലെ ഈ നാളത്തെയൊക്കെ അടക്കം തെരച്ചിൽ നേരത്തെ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് മിനിസ്റ്ററിനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിൽ 5ഉം നിലമ്പൂർ ഭാഗത്ത് നിന്നാണ്. ചാലിയാർ പുഴയിലെ തെരച്ചിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇപ്പോൾ DYFI യൂത്ത് ബ്രിഗേഡ് അതുപോലെയൊക്കെയുള്ള യുവാക്കളുടെ ചെറുപ്പക്കാരുടെ സന്നദ്ധ പ്രവർത്തനമൊക്കെ വളരെ നല്ല നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാളെയും ആ തെരച്ചിൽ അതേ മട്ടിൽ തുടരുകയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങൾ നിലമ്പൂർ പോത്തുകലൊക്കെ പോലെയുള്ള ഭാഗങ്ങൾ വരെയും തെരച്ചിൽ നീളുന്ന ഒരു രീതിയാണോ അതുതന്നെയാണോ നാളെ ഉണ്ടാവുക? തീർച്ചയായിട്ടും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് ഞങ്ങൾ വലിയ നിലയിൽ ഒരു ഇടപെടൽ നടത്തണമെന്ന് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടെത്തിയതും അങ്ങനെയാണ്. അപ്പോൾ അതിനിയും തുടരും. ഒരുപാട് യുവജന സംഘടനകൾ ഇതിന് നല്ല നിലയിൽ ഇടപെടുന്നുണ്ട്. എല്ലാവരെയും ഞങ്ങൾ യോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് ആലോചിച്ച കാര്യങ്ങളാണ് കൃത്യമായി നടത്തി മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ നിലയിൽ കാര്യങ്ങൾ ചെയ്യാനാകുമോ അതൊക്കെ ആ നിലയിൽ തന്നെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്.
അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കടാവർ ഡോഗ്സിൻ്റെ ഈ ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു സഹായം സാന്നിധ്യം അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തെരച്ചിലിന്. അതുപോലെ തന്നെ റഡാർ സിഗ്നൽ സംവിധാനങ്ങളുടെ ഒരു സാന്നിധ്യം മേജർ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ ഈ ഡോഗ് സ്ക്വാഡിൻ്റെയൊക്കെ സാന്നിധ്യം കൂട്ടുമോ? അതുമായി ബന്ധപ്പെട്ട ഈ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങളുടെ ഒരു ഇതുവരെയുള്ളൊരു വിലയിരുത്തൽ മന്ത്രിസഭ ഉപസമിതിക്ക് മുമ്പാകെ വന്ന എങ്ങനെയാണ്? ഈ സംഘങ്ങളൊക്കെയും ആവശ്യത്തിന് വേണ്ട നിലയിൽ ഇപ്പോൾ ഫീൽഡിൽ ഉണ്ട് എന്ന് തന്നെയാണോ? അതെ, എല്ലാ നിലയിലും അവർ ഇടപെടുന്നുണ്ട്, എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തെരച്ചിലിന് നമ്മൾ എത്രയാണോ ഉദ്ദേശിച്ചത് അതിലധികം സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ പരമാവധി സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ഫോഴ്സും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ക്യാമ്പുകളെ കുറിച്ച് എല്ലാവരെയും ക്യാമ്പുകളുടെ കാര്യത്തിൽ പ്രത്യേകം അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമല്ല, ഒന്നിലേറെ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാളെ കാണാൻ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, പക്ഷേ അപ്പോൾ ആ ക്യാമ്പിലുള്ളത് ഒട്ടേറെ കുടുംബങ്ങളാണ്, അവരുടെയും സ്വകാര്യത പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിൽ കയറി ഇറങ്ങി നടക്കുക എന്നുള്ളതൊക്കെ ഒഴിവാക്കി അതിനൊരു ചിട്ട കൊണ്ടുവരുന്നു. എന്നാൽ ഇവരെയൊക്കെ കാണാനുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കും അതിനുള്ള സംവിധാനമുണ്ട്. ആ സൗകര്യം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ ദുരന്തബാധിതരായ മനുഷ്യരോട് സംസാരിക്കുന്നതും അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിയുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ സമീപനം ഇതൊരു പുതിയ രീതിയാണ്. ആ പുതിയ രീതി, അതുപോലെ തന്നെ സന്നദ്ധരായി ഒരുപാട് സാധനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനൊരു മാർഗ്ഗനിർദ്ദേശം വെച്ചു, ഒരു മാനദണ്ഡം വെച്ചു. അതെല്ലാം ഫലപ്രദമായി വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പുതിയ രീതികൾ, പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകൾ സൃഷ്ടിക്കുമ്പോൾ അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ? മറ്റൊന്ന് പ്രധാനമായി തോന്നിയത്, പലപ്പോഴും ഉയരുന്ന ആക്ഷേപം മാധ്യമങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ഉദ്യോഗസ്ഥ വീഴ്ച. സർക്കാർ പല തീരുമാനങ്ങളും എടുക്കും, പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ സംഭവിക്കുന്നു, വീഴ്ച സംഭവിക്കുന്നു എന്ന നിലയിലൊക്കെ വരാറുണ്ട്. പക്ഷേ അത്തരം അനുഭവങ്ങളോ വാർത്തകളോ അവിടുന്ന് ആ ഭാഗത്ത് നിന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അപ്പോൾ പൊതുവിൽ തൃപ്തികരമാണോ മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ? ക്യാമ്പുകളുടെ പ്രവർത്തനം, ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ, അത്തരത്തിലല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടോ മന്ത്രിസഭാ ഉപസമിതിക്ക്? തൃപ്തികരമാണ്, ഒരു സംശയമില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ക്യാമ്പിൻ്റെ കാര്യത്തിൽ ആദ്യ ദിവസമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ക്യാമ്പിൽ ഉള്ളവർ അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നല്ല മഴയാണല്ലോ, ഈ പുറത്തുനിന്ന് ഷൂസും ചെരുപ്പൊക്കെ ഇട്ട് ചളിയിൽ ചവിട്ടി അതേപോലെ ക്യാമ്പിലെ മുറികളിൽ കയറുകയാണ്. ആ മുറി എന്ന് പറഞ്ഞാൽ അവർ കിടക്കുന്ന മുറി അവരുടെ വീടാണ്. ആ വീട്ടിലേക്ക് ചളിയും മറ്റുമായിട്ട് കയറുകയാണ്. എല്ലാ 2 മണിക്കൂറിലും ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കയറുന്ന ഒരു രീതി ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ വിഷയം, ക്യാമ്പിൽ കയറി അനാവശ്യമായി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. പല ക്യാമ്പിലുള്ളവരും മുഖം പൊത്തുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും യോജിപ്പിക്കണം. എല്ലാവരെയും യോജിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത്, കർക്കശമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആകെ ഇത് അയഞ്ഞു പോയി സംഗതി ആകെ അപകടത്തിലാവും. ക്യാമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒരു നിലപാട് എല്ലാവരുമായി യോജിച്ചെന്നുകൊണ്ടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം കൂടി അതിന് ഗുണം ചെയ്തു. പൊതുവെ ജനങ്ങളത് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ക്യാമ്പൊക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങളത് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ചിലർക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അത് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി പൊതുവേ ക്യാമ്പിലൊക്കെ തന്നെ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. എല്ലാവരും അതിനോട് യോജിച്ചു നിന്നു, എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇപ്പോൾ ക്യാമ്പ് നല്ല നിലയിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ മാറി നിന്ന് നോക്കുകയായിരുന്നു. വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ക്യാമ്പിൻ്റെ യോഗം വേറെ തന്നെ നടത്താറുമുണ്ട്. ക്യാമ്പിൽ ഞങ്ങൾ ഇടയ്ക്കിടെ സന്ദർശനം നടത്തി ഇത്തരം സംവിധാനങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ ജോലി ചെയ്യുന്നു. എല്ലാ നോഡൽ ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഓരോന്നിനും ഓരോ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. ഭക്ഷണത്തിനൊരു ഉദ്യോഗസ്ഥർക്ക് ചുമതല, ഹെൽപ്പ് ഡെസ്കിന് ചുമതല, മെഡിക്കൽ ടീമിനൊരു ചുമതല. അപ്പോൾ അവരത് നിർവഹിക്കുന്നുണ്ട്. പിന്നെ മന്ത്രിമാരായ ഞങ്ങളുടെ ടീം എപ്പോഴാണ് ക്യാമ്പിലേക്ക് വരിക എന്നുള്ള കാര്യം ആർക്കും ഉറപ്പ് പറയാനും പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മന്ത്രിമാരുൾപ്പെടെ വരുന്നുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്കും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. അവരേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് സഹായകരമാണ്. ആ നിലയിലാണ് പൊതുവെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും ടീമാക്കി നിർത്തി എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്.
മിനിസ്റ്റർ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്, അത് അവഗണിച്ച് തന്നെ പോവുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് മിനിസ്റ്റർ സൂചിപ്പിച്ചതുകൊണ്ടാണ്, ആ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വൈകാരികമായി തന്നെ കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെ എടുക്കുകയും അതിലെവിടെയെങ്കിലും ഒരു വീഴ്ചയുടെ ഒരു കണികയുണ്ട് എങ്കിൽ അതിൽ വലിയ അതൃപ്തി രൂപപ്പെടുകയാണ്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു അതൃപ്തി രൂപപ്പെടുത്താൻ പാകത്തിലുള്ളൊരു പ്രചാരണം ചില കോണുകളിൽ നിന്ന് രൂപപ്പെട്ടു. പക്ഷേ അതിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി. ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്ന മട്ടിൽ ചില പ്രചാരങ്ങളോ ചില വീഡിയോകളോ ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു, ഇന്നലെ വൈകുന്നേരം കളക്ടർ തന്നെ ഓരോ പ്രദേശത്തെയും വിതരണം ചെയ്ത ഭക്ഷണത്തിൻ്റെ കണക്കടക്കം സൂചിപ്പിച്ചുകൊണ്ട് വളരെ അക്കൗണ്ടബിളായി ചെയ്ത കാര്യങ്ങൾ കൂടി പറയുന്നതും വാർത്തയായി വന്നു. പക്ഷേ അതിന് വലിയ ലൈഫ് ഉണ്ടായില്ല അത്തരം പ്രചാരണത്തിന്. പക്ഷേ അങ്ങനെ കുറേ വീഡിയോകളൊക്കെ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. ചില താല്പര്യങ്ങൾ അതിനകത്ത് നിഴലിക്കുന്നുമുണ്ടാകും. പല താല്പര്യങ്ങൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിൽ കയറി പിടിക്കാം, നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെയാകാം. പക്ഷേ അതുള്ളത് കൊണ്ട് തന്നെ അതും പറഞ്ഞു പോകേണ്ടതല്ലേ? അത്തരം ചില താല്പര്യക്കാർ അവിടെ എന്തുകൊണ്ട് ശക്തമായൊരു നിലപാട് താങ്കൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എടുക്കേണ്ടി വന്നു? എടുത്തതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഏതെങ്കിലും നേരത്തെ രൂപപ്പെട്ടോ, അതോ അതൊരു കേവലം പ്രചാരണം മാത്രമാണോ? അതിനെയും കണ്ടുകൊണ്ട് തന്നെ വളരെ മികച്ച ഭക്ഷണം സമയാസമയങ്ങളിൽ കൃത്യതയോടെ തന്നെ എത്തേണ്ട ഇടങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സമഗ്രമായ സംവിധാനം അവിടെ ഉറപ്പിച്ച് മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അല്ല, അനാവശ്യമായ വിവാദങ്ങൾ, അത് അനാവശ്യമല്ല, ഒരു വിവാദവും ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാകെ നിരാശരും വലിയ മനോവേദനയിലാണ്. അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അവർക്ക് ആത്മവിശ്വാസം നൽകേണ്ട ഘട്ടത്തിൽ അനാവശ്യമായ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂടുതൽ കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എല്ലാ സംഘടനകളും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട്. ആ മുൻകൈ എടുക്കുന്ന സംഘടനകളെ ഒന്നും ഞങ്ങളാരും ചെറുതായി കണ്ടിട്ടില്ല. അവരൊക്കെ അവരെടുക്കുന്ന എഫേർട്ടിനെ വലിയ നിലയിൽ ബഹുമാനിക്കുകയാണ് ചെയ്തത്. എന്നാൽ ജില്ലാ കളക്ടറുടെ മുമ്പാകെ ആർമിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ വന്നു എന്ന് മാത്രമല്ല, പല നിലയിലുള്ള പിരിവുകൾ പല ഭാഗത്തായി നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന ഘട്ടത്തിലാണ് ഭക്ഷണത്തിൻ്റെ സുരക്ഷ, അതായത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണെന്നുള്ളത് കൊണ്ടൊരു പരിശോധന നടത്താനും ഒരു കേന്ദ്രത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കാനും ഞങ്ങൾ ആലോചിച്ചത്. അതിൽ തെറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം ഒരു പരിശോധന, ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ പരിശോധന നടത്തി ആ പരിശോധനയുടെ ഭാഗമായി സർക്കാർ സംവിധാനം ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാവരും യോജിപ്പോടുകൂടി അംഗീകരിക്കേണ്ട കാര്യമല്ലേ? എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെക്കുറിച്ചൊരു ഒരു പരിശോധന നടത്തി മുന്നോട്ട് പോകണ്ടേ? അത് അവർക്ക് കൊടുക്കില്ല. പ്രത്യേകിച്ച് ആർമിയും നേവിയും അടങ്ങിയ കേന്ദ്രസേന ഉൾപ്പെടെ ഇല്ലേ? എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്നവർ നേരെ തിരിച്ചല്ലേ കാര്യങ്ങൾ പറയുക? സർക്കാർ ഇതിലൊന്നും ഒരു തരത്തിലുള്ള പരിശോധനയും നടത്തിയിട്ടില്ല, സർക്കാർ സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല എന്ന് പറയില്ലേ? അപ്പോൾ കലക്ടർ അങ്ങനെ ഒരു നിലപാട് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വീകരിച്ചത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊന്നും ആരും തടസ്സമില്ല. പക്ഷേ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഭക്ഷണം ഇതുപോലെ പരിശോധനയിലൂടെ നൽകുക എന്നുള്ളത് ഒരു സർക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പുറത്ത് അതിൻ്റെ ഭാഗമായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആരും എതിരല്ല. അത് തുടക്കത്തിൽ സർക്കാരിൻ്റെ നിലപാടിൽ എവിടെയും വന്നിട്ടില്ല. ബെയിലി പാലത്തിൻ്റെ അപ്പുറവോ ഇപ്പുറവോ എന്നുള്ള നിലയിൽ തന്നെയാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അതിൽ നിലപാട് സ്വീകരിച്ചാണ്. ഇപ്പോൾ പറയുന്ന അഭിപ്രായ വ്യത്യാസവും പ്രയാസവും ഉണ്ട് ചിലർക്ക് എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഞാൻ ബന്ധപ്പെട്ടവരെ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ തന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഗാർഡ് ഒരു യുവജന സംഘടനയുടെ കീഴിലുള്ളതാണ്. ആ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വിളിച്ചു. പാണക്കാട് മുനവ്വർ അലി തങ്ങളെ തന്നെ ഞാൻ രാവിലെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഈ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. ഈ പറയുന്ന നരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പോലീസ് അവരോട് മോശമായി, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റോ മോശമായി പെരുമാറി എന്നുള്ളതാണ്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു അവരോട്, ഇതുവരെയും പോലീസ് എടുത്ത സമീപനം സൗഹാർദ്ദപരമായ സമീപനമാണ്. വളരെ ക്ഷമയോടുകൂടിയാണ് പോലീസ് എല്ലാ പ്രയാസം അനുഭവിക്കുമ്പോഴും ആളുകൾ അവിടെ മാനേജ് ചെയ്യുന്നത്. അവിടെ വരുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ പോലീസ് ഹെഡിനെയും അവിടെയുള്ള ചുമതലയുള്ളവരെയും വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതോടൊപ്പം ഈ പറയുന്ന സംഘടന ഉൾപ്പെടെ ഇതിനെ ഇറങ്ങുന്ന എല്ലാവരെയും അതേ അർത്ഥത്തിലും ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്, കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും പറയുകയും ചെയ്തിരുന്നു. അവർ നടത്തുന്ന സേവനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു രീതിയില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഇതിൽ നിലപാട്. ഒരേ സമീപനമാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ സംഘടനകൾ സഹായിക്കാൻ വരുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നന്നായി നടക്കണം, ഏറ്റവും നല്ല നിലയിൽ പോകണമെങ്കിൽ അതിന് ജനകീയ പിന്തുണ വേണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ പിന്തുണയും വേണം. അതിൽ ഏതെങ്കിലും സംഘടന വേണ്ട എന്നൊരു നിലപാട് ഞങ്ങൾ എടുക്കുമോ? ഇങ്ങനെ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണോ ഞങ്ങൾ? അല്ല, അതെല്ലാവർക്കും അറിയാം. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ അതിൻ്റെ ഭാഗമായി നടന്നു. വളരെ മോശമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചിലർ നടത്തി. പക്ഷെ ഞങ്ങളാരും അതിന് മറുപടി പറയാൻ തയ്യാറല്ല. കാരണം ഈ ഉണ്ടാക്കിയൊരു യോജിപ്പുണ്ടല്ലോ, ആ യോജിപ്പിനൊരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഇവിടെ ഏത് സംഘടന ആയിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ ഏത് നിലയിലുള്ള സേവനം നടത്തുന്നതിനും ഈ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അത് സർക്കാരിനെ കൂടുതൽ കരുത്ത് പകരുന്നതായി കാണുന്നവരാണ് ഞങ്ങളെല്ലാവരും. എന്നാൽ ചില കാര്യങ്ങൾ ചില നിയന്ത്രണം വേണം. അപ്പോൾ ക്യാമ്പിൽ ചില നിയന്ത്രണം വേണ്ടേ? ക്യാമ്പിൽ അങ്ങനെ ഒരു നിയന്ത്രണം വരുത്തുന്നത് ആരോടെങ്കിലും ഒരു വിരോധം ഉണ്ടായിട്ടാണോ? ക്യാമ്പിൽ സന്ദർശനം നടത്താൻ വരുന്ന ചില ആളുകൾ വരേണ്ടതില്ല, അല്ലെങ്കിൽ വീഡിയോ ചിലരെടുത്തോ ചിലരെടുക്കേണ്ടതില്ല, അങ്ങനെ ഒരു സമീപനമാണോ? തുടക്കത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന പരാതികൾ, ക്യാമ്പിലുള്ളവർ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയ പരാതികളുടെ ഭാഗമായിട്ടല്ലേ പിന്നെ ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്ത്. ആ തീരുമാനം കേരളത്തിലെ പൊതു സമൂഹമാകെ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നൊരു തീരുമാനമല്ലേ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനമല്ലേ എടുത്തത്. എന്നാൽ അതിനും പല നിലയിലുള്ള പ്രചരണം നടത്തുന്നു. അന്നം മുടക്കികൾ എന്നുള്ള പ്രചരണം വരെ നടത്തുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഞങ്ങൾ ഓരോരുത്തരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല നിലപാട് സ്വീകരിക്കുന്നു. വലിയ നിലയിലുള്ള പ്രചരണം നടത്തുന്നു. ആ പ്രചരണം നടത്തുന്നതിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. ആ പ്രചരണം നടത്തുന്നതിന് ഓരോന്നോരോന്നിനും മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പം അതിൻ്റെ ഘട്ടമല്ല. ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ സ്ഥിതിയും അതാണ്. നമുക്കറിയാം, എല്ലാവരും ഒന്നിച്ചു നിന്നില്ല അവരുടെ ആത്മവിശ്വാസം കുറയും, അത് വലിയ പ്രയാസത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഇപ്പോൾ മറുപടി കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിലും കൃത്യമായി ന്യായം ഉണ്ടെങ്കിലും മറുപടി പറയുന്നില്ല. ഏത് നിലയിലും വ്യക്തിഹത്യ നടത്തിക്കോട്ടെ, ഞങ്ങളെ ആക്ഷേപിച്ചോട്ടെ, ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ സമചിത്തതയോടുകൂടി സർക്കാർ അതിൽ നിലപാട് സ്വീകരിക്കും. ഒരു തരത്തിലുള്ള വിവാദത്തിന് കത്തിക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം എന്ത് വേണമെങ്കിലും ആക്ഷേപം നടത്തിക്കോട്ടെ, ആക്ഷേപം ക്ഷമയോടുകൂടി കേൾക്കും. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിപ്പിക്കാവുന്ന എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. ഇങ്ങനെ അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിന് കൂടുതൽ വലിപ്പമുണ്ടാക്കാൻ ഇടപെടുക എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ മിനിസ്റ്റർ, നമ്മൾക്ക് ഒപ്പം ടെലിഫോൺ ലൈനിൽ ശ്രീ കെ ജെ ജേക്കബ് കൂടി വരും, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹത്തെ അടക്കം ഉള്ളവർ പറയുന്ന ഫീഡ്ബാക്ക് കൂടി ഒരുപക്ഷെ താങ്കളടക്കം അതിനെ അവിടെ നേരിട്ട് നിന്ന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മന്ത്രിമാർ എന്ന നിലയിൽ ഗുണകരമാകും എന്ന് വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ലൈനിലില്ല, കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു മാധ്യമപ്രവർത്തക കൂടി പറഞ്ഞത്, ഞാൻ മുമ്പ് താങ്കൾ വളരെ കാര്യമായി പറഞ്ഞു ഇത്തരം വിവാദങ്ങൾക്ക് ഒന്നും ചെവി കൊടുക്കേണ്ട സമയമല്ല. പക്ഷേ അത്തരം ശ്രമങ്ങളെ വ്യക്തതയോടെ ചൂണ്ടിക്കാട്ടി അതിനെതിരായി എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോസ്റ്റൊന്ന് വായിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തക കെ ഷാഹിനെയാണ് ഔട്ട്ലുക്ക് ഇംഗ്ലീഷ് മാഗസിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ തന്നെയുണ്ട്, വയനാട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഇപ്പോൾ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷണ വിതരണം നടത്തുന്നതിൽ നിന്ന് വൈറ്റ് ഗാർഡിനെ വിലക്കിയ നടപടി ശരിയായില്ലെന്നും സന്നദ്ധ പ്രവർത്തകരെ കൂട്ടി നിർത്തി തന്നെ സർക്കാർ പ്രവർത്തിക്കണം എന്ന് ഇവിടെ നിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു പറഞ്ഞാൽ ഷാഹിനി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഹിനിയുടെ അടുത്ത പോസ്റ്റ് ആരംഭിക്കുന്നത്. സർക്കാർ ആ വിഷയത്തിൽ ഉചിതമായി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഭക്ഷ്യവിതരണ അടുത്താണ് പ്രധാനം. സർക്കാരിൻ്റെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞ പൂത്ത ബ്രെഡ് വിതരണം ചെയ്തു എന്ന് വൈറ്റ് ഗാർഡുകാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു. ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് പാക്കറ്റുകൾ ഉയർത്തിക്കാട്ടിയാണ് ആരോപണം. സർക്കാരിൻ്റെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്ന് ബ്രെഡ് തന്നെ വിതരണം ചെയ്തിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിതരണം ചെയ്യാത്ത ബ്രെഡ് എങ്ങനെ പൂക്കും എന്ന ന്യായമായ ചോദ്യവും മന്ത്രി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു വാചകം വൈറ്റ് ഗാർഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനൊരു പൊതുചർച്ചയുടെ ഭാഗമായി അത് മുന്നോട്ട് പോകും. അതൊരു വിമർശനപരമായ അവരുടെ നിലപാടാണ്. അവസാനത്തെ വാചകം പക്ഷേ വായിക്കേണ്ടത് തന്നെയാണ്. കുത്തിത്തിരിപ്പിനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഓർക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മിനിസ്റ്റർ കാര്യങ്ങളെ
വളരെ ശ്രദ്ധയോടെയാണ് നാട് കാണുന്നത്. പല ശ്രമങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ വസ്തുതകൾ സർക്കാരും പറയുന്നതും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്താൻ നാടിന് കഴിയുന്നുണ്ട് എന്നുകൂടിയാണ് ഞാൻ ഇതിലൂടെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. മിനിസ്റ്റർ, അല്ല, അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ മറുപടി പറയുകയാണ്. ചോദിച്ചതുകൊണ്ട് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ സാധ്യമാകുന്ന സഹായം എല്ലാവരിൽ നിന്നും വാങ്ങുക. അത് പുനരധിവാസമായിക്കൊള്ളട്ടെ, ഈ പറയുന്ന രക്ഷാദൗത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിക്കൊള്ളട്ടെ, എല്ലാവരും വരും. കാരണം ഇത് സർക്കാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ലല്ലോ, എല്ലാവരും അടങ്ങിയതാണല്ലോ, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണല്ലോ. ആരെങ്കിലും പിണക്കാനോ ആരെങ്കിലും പ്രയാസപ്പെടുത്താനോ എന്തെങ്കിലും ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കുമോ സർക്കാർ? സ്വീകരിക്കില്ലല്ലോ. ചില കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കണ്ടേ? ഇപ്പോൾ ഞാൻ മുമ്പ് ചൂണ്ടിക്കാട്ടിയൊരു വിഷയം, അവിടെ ക്യാമ്പ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡിസാസ്റ്റർ ടൂറിസം എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സംഭവം. ലോകത്തൊരു ദുരന്തം നടന്നാൽ ദുരന്തത്തിൽ ആളുകൾ പിന്നീട് അടിച്ചു കയറി വരിക, അവിടെ വീഡിയോ എടുക്കുക, സെൽഫി എടുക്കുക, അവിടെ ചുറ്റി നടക്കുക, വ്ളോഗർമാരാവുക. അതൊരു പ്രയാസമാണല്ലോ. അത് ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടണ്ടേ? അതെ, നിശ്ചയമായി. ഞാനൊന്ന് ഇടപെടുകയാണ്. പുതിയ കാലത്തെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ വ്ളോഗർമാരും എല്ലാവരും മാധ്യമപ്രവർത്തകരും എല്ലാവരും ചാനലും ഒക്കെ ആയിട്ട് ഒരു സ്കിറ്റിൽ കണ്ട പോലെ ഒരു പ്രദേശത്ത് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലും കുറേ കാലം കഴിയുമ്പോൾ വലിയ വാർത്തയായി മാറുന്ന നിലയിലുള്ളൊരവസ്ഥയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള നടപടികളും നിയന്ത്രണങ്ങളും നിലപാടും വേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ KJ ജേക്കബ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ പറയുന്നത് കൂടി മിനിസ്റ്റർ ഒന്ന് കേൾക്കാൻ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റു തിരക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശ്രീ KJ ജേക്കബ്, നമുക്കറിയാം രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം പ്രളയത്തിൽ നാട് കണ്ടതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു ദുരന്തം നാടിപ്പോൾ നേരിടുമ്പോൾ വയനാട്ടിൽ നമ്മളത് കണ്ടു. അതുപോലെ തന്നെ ഇനി പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഈ അടുത്ത സമയത്ത് കണ്ടത്, പുത്തുമല ദുരന്തത്തിന് ശേഷം അവിടെ നിന്ന് അതിജീവിച്ച മനുഷ്യർ ഇപ്പോൾ മേപ്പാടിയിൽ സ്നേഹവീട്, സ്നേഹഭൂമിയൊന്നും മറ്റോ ആണ്, പേടിയില്ലാതെ വളരെ സുഖകരമായി ജീവിക്കുന്നതിനെക്കുറിച്ച് അവരിപ്പോൾ പറയുന്നത്, ആ പുനരധിവാസത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടിപ്പോൾ. ഈ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുന്നത്. ആ പറഞ്ഞതുപോലെ അനാഥരാവാതെ അവരെ ഈ നാടിൻ്റെ മക്കളായി കണ്ട് ഔദ്യോഗിക ബഹുമതികളോടെ സർവ്വമത പ്രാർത്ഥനയോടെ 6 അടി മണ്ണ് എല്ലാവർക്കും ഒരുക്കി അതിന് സ്ഥലം ഏറ്റെടുത്ത് ഇനി വീണ്ടും 50 സെൻറ്റ് അതിനുവേണ്ടി അടിയന്തരമായി ഏറ്റെടുക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഓരോ ക്യാമ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. വരുന്ന ചില വാർത്തകളൊക്കെ FB പോസ്റ്റിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളും എവിടെയൊക്കെ ശ്രദ്ധയെത്തണമോ, നാടിൻ്റെ ശ്രദ്ധയെത്തണമോ അതിലേക്കൊക്കെ എത്തി വേണ്ടതെല്ലാം സമയബന്ധിതമായി സമയോചിതമായി ചെയ്തു പോകുന്ന ഒരു നാടായി ഈ കാലത്ത് താങ്കൾക്ക് ആ ഒരു അനുഭവം തോന്നുന്നുണ്ടോ, പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരത്ത്, അത് പുതിയ കാര്യമല്ല. കാരണം നമ്മൾ ഇതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ എനിക്കൊന്ന് പ്രളയമാണ് നമ്മളെ മലയാളി ശരിക്കും എഴുന്നേൽപ്പിച്ചത്. അതിനുശേഷം നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, നാട്ടുകാരെങ്ങനെയാണ് ഇടപെടുന്നത്, സർക്കാർ എങ്ങനെയാണ് ഇടപെടുന്നത്, ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ 6-7 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ ഇനിയിപ്പം അതിൻ്റെ അകത്ത് എനിക്ക് പുതിയ അവിടെ സംഭവിക്കുന്നതൊക്കെ വളരെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലത്തെ ചില നിയന്ത്രണങ്ങൾ, അതൊക്കെ വളരെ റുട്ടീനാണ്. നമ്മൾ ഞാനൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവിടെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും അത് വളരെ സെൻസിബിൾ ആയിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ ഇന്നലത്തെ ഒരു ഭക്ഷണപ്പൊതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇറ്റ് ഇസ് പാസ്റ്റ്. ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക. അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതൊക്കെ. ഞാനിപ്പോൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്, ഞാൻ ഈ സ്നേഹഭൂമി എന്നുള്ള ആ പ്രോജക്റ്റ്, അത് മാതൃഭൂമിയുടെ പ്രോജക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരവിടെ സ്ഥലം വാങ്ങി സർക്കാരിന് കൊടുത്ത് സർക്കാർ അവിടെ വീട് പണിയുകയാണ് ചെയ്തത്. അതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മാതൃഭൂമി ആസാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ആ സ്ഥലം വാങ്ങി സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്തു. അവിടെ സർക്കാർ വീടുകൾ പണിതു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അടുത്ത ഇനി സത്യത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം, ഇപ്പം രക്ഷാദൗത്യവുമായിട്ട് സംഭവങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എല്ലാം ഒരുമിച്ചാണ്. ഇനിയിപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധ എന്ന് അതൊക്കെ റുട്ടീനായിട്ട് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആളുകൾ മാനേജ് ചെയ്യും.
കേരള സർക്കാരിന്റെ ശ്രദ്ധ വേണ്ടത് എന്നുള്ളത് ഇവരുടെ റീഹാബിലിറ്റേഷനാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പ്രളയത്തിൽ ഒത്തിരി ആളുകൾ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ചെളി ഉണ്ടായിരുന്നു, വെള്ളം കയറി അല്ലെങ്കിൽ അതെല്ലാം നശിച്ചു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ അവർക്ക് തിരിച്ചു പോകാൻ വീടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് പോയിട്ട് വീടില്ല, അവർ സ്ഥലം പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഭീകരമായിട്ടൊരു അവസ്ഥയാണ്. അപ്പൊ അവരെ പുനരുദ്ധരിപ്പിക്കുക എന്നുള്ളത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ എന്നുള്ള ശ്രമം തുടങ്ങണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊരു കൊട്ടത്താപ്പ് കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500ഓളം വീടുകളുടെ ഓഫർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു കമ്പനി 150 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എത്രയും വേഗം സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെ കുറിച്ചുള്ള നെഗറ്റീവ് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ കേരളത്തിൽ കൺഫൈൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഡിയൻസിൽ മാത്രം നിൽക്കുന്നതാണ്. ലോകം മുഴുവനുമുള്ള മലയാളികളുമായി കേരളവുമായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരും ഈ വയനാടിന് വേണ്ടി സഹായം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പലതരത്തിലുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പം ഈ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു വർത്താനം പോലെയല്ല, മനുഷ്യരുടെ ദുരിതത്തെ കേരളം എങ്ങനെയാണ് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് മാതൃകകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മനുഷ്യർക്ക് വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കുത്തിത്തിരിപ്പുകാരെ അത് അവരുടെ പണി അതിന്റെ വഴിക്ക് നടക്കട്ടെ. സർക്കാർ എത്രയും പെട്ടെന്ന് സഹായം ഓഫർ ചെയ്ത മനുഷ്യരോട് സംസാരിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അത് നാടിന് മുമ്പിൽ വെക്കുക. എത്രയും പെട്ടെന്ന് ആ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ. ഞാനതാണ് ആഗ്രഹിക്കുന്നത്, സർക്കാർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന്. കാരണം ഈ മനുഷ്യർക്ക് ഇപ്പോൾ വേറെ സ്ഥലമില്ല, അവർക്ക് വീടില്ല, അവർക്ക് സ്ഥലമില്ല, അവർക്ക് ജീവനോപാധികളില്ല, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് 1 രൂപയുടെ വരുമാനം ഇപ്പൊ കിട്ടാനില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പൊ സർക്കാർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിൽ 1 രൂപയുടെ വരുമാനം അവർക്കുണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അവർക്കൊരു റെഗുലർ ആയിട്ട് ഒരു പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണം. അവർക്ക് താമസത്തിന് ആലോചിക്കണം. വളരെ പെട്ടെന്ന് ആ ടൗൺഷിപ്പിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം. അതാണ് എനിക്ക് പറയുന്നത്. നന്ദി ശ്രീ KJ ജേക്കബ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇപ്പോൾ കേരളം അക്കാര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ശരിയും ശാസ്ത്രീയവുമായി ചെയ്യേണ്ടത്, അക്കാര്യങ്ങളിലൊരു മാതൃക സ്റ്റാൻഡേർഡ്സ് തന്നെ കേരളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങൾ പോലും പാഠമാക്കേണ്ട വിധം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചതായി മാറിയിട്ടുണ്ട്. മിനിസ്റ്റർ, അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെയും അത്രമേൽ മികവുറ്റ രീതിയിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്, മാതൃകാപരവുമാണ്. അവിടെ ഇപ്പോൾ എല്ലാവരിൽ നിന്നും ഉയരുന്നൊരു ചോദ്യവും പുനരധിവാസത്തെ സംബന്ധിച്ചാണ്. സർക്കാരും ആ മേഖലയിൽ ഏറ്റവും ശക്തമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരുപാട് വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. ഇവയാകെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഒരു പുനരധിവാസ സംവിധാനത്തിലേക്ക് സർക്കാർ പോകേണ്ടതുണ്ട്. ഇത്രയും ചെയ്തൊരു സർക്കാർ, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് അതിലും മികവോടെ അക്കാര്യങ്ങളിലും പോകാനാകും എന്ന പ്രതീക്ഷ എല്ലാവരിലുമുണ്ട്. അത് ഏറ്റെടുക്കുന്ന ഒരു സർക്കാരിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പുനരധിവാസത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു തീരുമാനമല്ല, ഒരു കാഴ്ചപ്പാടാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. അതിൽ പ്രധാനമാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരുമായിട്ടുള്ളവർ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിലപാട് എന്താണ്, അവർ അതിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഈ പറയുന്ന വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും അതൊരു തീരുമാനമായി മാറുക. അത് തീർച്ചയായും സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ തീരുമാനം വന്നു കഴിഞ്ഞാൽ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും എല്ലാ നിലയിലും സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിരിക്കും. റൈറ്റ്. അതിലിപ്പോൾ പല കോണിൽ നിന്ന് പലതും, ഇപ്പോൾ ടൗൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ പറയുന്നു, അതുപോലെ പുനരധിവാസ പാക്കേജ് എന്ത് എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാകെയും ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ച് പൊതുവായ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കണക്കെടുപ്പ് കൂടിയല്ലേ മിനിസ്റ്റർ? എത്ര അധികം ആളുകൾക്ക്, എത്ര കുടുംബങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കണക്കെടുപ്പ് അത് പൂർത്തിയായിട്ടില്ലല്ലോ. ആ കണക്കെടുപ്പ് അതിൻ്റേതായ തീവ്രതയിലും വേഗതയിലും ഇപ്പോൾ നടന്നു വരികയാണോ? പല നിലയ്ക്ക് ഇപ്പോൾ എത്ര ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര പേർക്കാണ് ഈ പുനരധിവാസത്തിൻ്റെ മികവ് ലഭിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് പോകണമെങ്കിൽ കണക്ക് പ്രധാനമല്ലേ? അത് നടക്കുന്നുണ്ടോ?
കണക്കെടുപ്പ് അതിൻ്റെ എല്ലാ നിലയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. ഇവിടെ പ്രശ്നം കണക്കെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം വരണമെന്നുള്ളതല്ല. ഇവിടെ പ്രശ്നം ഒന്ന്, ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരും ആശുപത്രിയിൽ കഴിയുന്നവരും ഇപ്പോൾ ഇതിലൊക്കെ തന്നെ പരസ്യമായി അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു മാനസികമായ അവസ്ഥയിലല്ല. എന്നാൽ അവരുമായി സംസാരിക്കണം, അവരുടെ കൂടി അഭിപ്രായങ്ങൾ എടുക്കണം. അതെടുത്തുകൊണ്ട് എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ഒരുപാട് നല്ല മനസ്സുകൾ ഈ പുനരധിവാസം ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ നിലയിലും ഇടപെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ഗ്രൂപ്പുകൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർക്കാർ സമയബന്ധിതമായി തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങും, അത് യാഥാർത്ഥ്യമാക്കും. ആ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആർക്കാണോ നമ്മൾ ഈ പുനരധിവാസം ഏറ്റവും മികച്ചത് ഉറപ്പാക്കേണ്ടത്, അവരുടെ മനസ്സെന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ താങ്കൾ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിനും അപ്പുറം അതിനു മുമ്പ് എല്ലാവരെയും കേൾക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ടത് ആ മനുഷ്യരുടെ മനസ്സാണ്. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടെ കാണുന്നു, അതാദ്യം തന്നെ ഉണ്ടാകും എന്നാണോ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റിയുള്ള ഭാഗം? അതിന് സർക്കാർ കൂടുതൽ ഊന്നൽ പ്രാമുഖ്യം നൽകുമെന്നാണോ? അല്ല, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ പലരുമായി ചർച്ച ചെയ്യുന്നുണ്ട്, പലരും അവർക്ക് സാധ്യമാകുന്ന ഓഫറുകളുമായി വരുന്നുണ്ട്. എന്നാൽ ഇവരുമായി ചർച്ച ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അതിൻ്റെ യഥാസമയത്ത് എടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും. റൈറ്റ്. തീർച്ചയായും അത് ഒരു രാത്രിയിലെ ഒരു ചർച്ച കൊണ്ട് എത്തിച്ചേരാവുന്ന നിഗമനത്തിലെത്താവുന്ന വസ്തുതയുമല്ല. ഇപ്പോഴത്തെ രക്ഷാദൗത്യം, അത് കഴിഞ്ഞ് തെരച്ചിൽ, അതിൻ്റെ തുടർച്ചയിൽ വരേണ്ടതാണ്. അത് അതിൻ്റേതായ വഴിക്ക് സമയബന്ധിതമായി പോകുന്നു. അതിലൊട്ടും വൈകുന്ന ഒരു പ്രശ്നമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇപ്പോൾ നാളത്തെ തെരച്ചിലിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ചാലിയാർ പുഴയിലെ തെരച്ചിൽ കൂടുതൽ സമഗ്രമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ ഈ സൂചിപ്പാറ, അവിടെ കഴിഞ്ഞ 2 ദിവസമായി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇന്നും രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാനായി അഗ്നിശമന സേനാ വിഭാഗത്തിനും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും മറ്റും അവിടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ നല്ല പരിശോധന വേണ്ടതുണ്ട് എന്നുകൂടിയാണോ മന്ത്രിതല ഉപസമിതി കാണുന്നത്? ആ മേഖല ഉൾപ്പെടെ ഇപ്പോൾ ഇനിയും നമ്മൾ ചില സാധ്യതകൾ കാണുന്ന ഇടങ്ങളുണ്ട്. അവിടെ എല്ലാ നിലയിലും കൂടുതൽ ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് കൂടുതൽ സാമഗ്രികളുമായിട്ട് തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫലപ്രദമായി തന്നെ നടത്താനാകും എന്നാണ് പൊതുവെ കാണുന്നത്. റൈറ്റ്. നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇതുവരെ നടന്നു വന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെ നാളത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അതുപോലെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള വളരെ ചെറിയ, ഒരു തരത്തിലും സ്വീകാര്യമല്ലാത്ത ചില വിവാദ താൽപ്പര്യക്കാരുടെ ചില ശ്രമങ്ങൾ, അതിന് ചെയ്ത കാര്യങ്ങൾ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം പരാതി ഉന്നയിച്ചവരോട് പോലും സംസാരിച്ച് എല്ലാവരെയും ഒത്തുചേർത്ത് നിർത്തി ഏതെങ്കിലും തരത്തിൽ ഭിന്ന നിലപാടുകളില്ലാത്ത വിധം കേരളം ഇപ്പോൾ വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതേക്കുറിച്ചൊക്കെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. നമ്മൾ ഇത് സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് പുത്തുമലയിൽ ഈ സംസ്കാര ചടങ്ങുകളാകെയും നടന്നു വരുന്നതും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതുകൂടിയാണ്. കനത്ത മഴ, ആ മഴയിലും ഈ പറഞ്ഞതുപോലുള്ള കാലതാമസമൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ തീരുമാനിച്ചതുപോലെയുള്ള സംസ്കാര ചടങ്ങുകൾ അവിടെ തുടരുക കൂടിയാണ്. 30 മൃതദേഹങ്ങളും അതുപോലെ തന്നെ 160-നടുത്ത് ശരീരഭാഗങ്ങളുമാണ് ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെ, സർവ്വമത പ്രാർത്ഥനകളോടെ അവിടെ സംസ്കരിക്കുന്നത്. ആ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകൽ മുഴുവൻ തെരച്ചിലായിരുന്നു. വിവിധ സോണുകളിൽ തെരച്ചിൽ നടക്കുകയായിരുന്നു. ആ തെരച്ചിലിൻ്റെ തുടർച്ചയിൽ ഇന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ 6 ആയിരുന്നു. അതുപോലെ തന്നെ ക്യാമ്പുകളിൽ 2514 പേരാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്. ആ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, നല്ല നിലയിൽ ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മന്ത്രി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതിൽ ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ്. മറ്റ് ചില അവിടെ നിന്ന് തന്നെയുള്ള തത്സമയ വിവരങ്ങളിലേക്ക്, മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അവർക്ക് ഉചിതമായ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ
പുത്തുമലയിൽ ഒരുക്കിയിട്ടുള്ളത്. ആ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. കനത്ത മഴ അതിന് വലിയ താമസം വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ നമ്മളോട് സംസാരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതാണ് സൂചിപ്പാറയിലൊക്കെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ കുറേ കൂടി വലിയ തെരച്ചിലിലേക്ക് പോവുകയാണ്. ആ തീരുമാനമാണ് എടുത്തിട്ടുമുള്ളത്. അതായത് ഈ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താൻ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെ ചാലിയാറിൻ്റെ ഇരുകരകളിലും നിലമ്പൂർ വരെയും നാളെ ഇപ്പോൾ അന്വേഷണം തെരച്ചിൽ ഊർജിതമാക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിൻ്റെ സഹായത്തോടെയാണ് തെരച്ചിൽ ഇപ്പോൾ തന്നെ നടത്തി വരുന്നത്. നാളെയും ഉണ്ടാകും. സൂചിപ്പാറയ്ക്ക് താഴെയുള്ള 2 വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും പരിശോധന നടത്താനും ഇപ്പോഴത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനിച്ചു. DFOയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ തെരച്ചിലിൽ പങ്കെടുക്കും. അഗ്നിശമന സേന, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ തെരച്ചിലിൽ പങ്കെടുക്കും. ഇനിയും പരിശോധിക്കാത്ത മേഖലകളിൽ നാളെ പരിശോധന നടത്തും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും തെരച്ചിൽ എത്തുമ്പോഴും ഇനിയും പരിശോധിക്കാത്ത മേഖലകളിൽ, അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടങ്ങളിൽ എന്ന നിലയിൽ പറയുന്നത്. വെള്ളച്ചാട്ടങ്ങളിലും സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളിലുമൊക്കെ കൂടുതൽ തെരച്ചിൽ എന്ന നിലയിലേക്കുള്ള തീരുമാനം വന്നിട്ടുള്ളത്. അതായത് ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നാളെ വീണ്ടും തെരച്ചിൽ തുടരാനാണ് ഇന്നത്തെ തീരുമാനം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ വന്ന ഒരു കാര്യം, 64 സെൻറ്റ് ഏറ്റെടുത്തിട്ടാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ സ്ഥലം അടിയന്തരമായി വളരെ വേഗത്തിൽ ഏറ്റെടുത്താണ് അവിടെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തി വരുന്നത്. അതിനോടൊപ്പം കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് ഹാരിസൺ പ്ലാന്റേഷൻ്റെ തന്നെ 50 സെൻറ്റ് സ്ഥലം കൂടി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അത് അതിവേഗം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ആദ്യം 64 സെൻറ്റ് അതിവേഗത്തിലാണ് ഏറ്റെടുത്തത്. അതേ ശൈലിയിൽ തന്നെ 50 സെൻറ്റ് കൂടി ഏറ്റെടുക്കും. 30 മൃതദേഹങ്ങളാണ് ഇന്നാകെ സംസ്കരിച്ചത്. 158 ശരീരഭാഗങ്ങൾ മറവ് ചെയ്യുന്നതിന് പുതുതായി ഏറ്റെടുത്ത 50 സെൻറ്റ് ഭൂമി ഉപയോഗിക്കാനാണ് മന്ത്രിതല ഉപസമിതിയുടെ തീരുമാനം. അക്കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11 വാർഡുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 180 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. തൊഴിലുറപ്പ് പദ്ധതി വഴിയുള്ള റോഡ് നിർമ്മാണ പരിധി 10% എന്നുള്ളത് വർദ്ധിപ്പിക്കും. 40% മെറ്റീരിയൽ വർക്കിൻ്റെ പരിധി കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവ തകർന്ന കെട്ടിടങ്ങൾ അവയുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് നാളെ മുതൽ പരിശോധന ആരംഭിക്കാൻ പോവുകയാണ്. പൊളിച്ചു മാറ്റേണ്ട കെട്ടിടം, അതായത് അതീവ അപകടാവസ്ഥയിലായിട്ടുള്ള തകർന്ന കെട്ടിടങ്ങൾ, അത് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിവരങ്ങൾ വിദഗ്ധരെ പരിശോധിച്ച് തീരുമാനിക്കും. അങ്ങനെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങളും എല്ലാം ചെയ്ത് അങ്ങനെ പോവുകയാണ്. പരാതിക്ക് ഇടയില്ലാത്ത വിധം ഭക്ഷണ വിതരണം കാര്യക്ഷമമായി നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വിലയിരുത്തൽ. അതായത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മാനസികമായി ഈ ദുരന്തം തീർത്ത വലിയൊരു ആഘാതം അവർക്ക്, അതിൽ 2391 പേർക്കാണ് ഇതുവരെ കൗൺസിലിംഗ് നൽകിയത്. അതുപോലെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്ടിവിറ്റിയും നൽകുന്നു. അതുപോലെ 14 ക്യാമ്പുകളിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും കണക്ടിവിറ്റിയും ക്യാമ്പുകളിൽ നൽകാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. സ്വകാര്യ മൊബൈൽ ഫോൺ ദാതാക്കൾ ഇതുമായി സഹകരിക്കുക. അതുപോലെ ഇൻ്റർനെറ്റ് സൗകര്യവും ഫോണും സിമ്മും എല്ലാം ആ രീതിയിൽ ഏർപ്പാടാക്കുന്നുണ്ട്. അതുപോലെ ഒരു ദുരന്തബാധിത പ്രദേശങ്ങളിൽ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ആവശ്യപ്പെടുന്ന, ഇപ്പോൾ ക്യാമ്പുകളിലാണ്, അത് കഴിഞ്ഞ ഏത് സമയത്താണോ ആവശ്യം വരുന്നത് ആ സമയത്ത് തന്നെ സൗജന്യ റേഷൻ വിതരണത്തിലേക്ക് പോകും എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രേഖകളുടെ വിവരശേഖരണം, താൽക്കാലിക പുനരധിവാസം, ഗ്രീൻ പ്രോട്ടോകോൾ പാലനം, അങ്ങനെ എല്ലാ മേഖലകളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം 2 ദിവസത്തിനകം പൂർത്തിയാക്കും. അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് വേണ്ട പരിഹാര നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സച്ചിൻ വീണ്ടും ഇപ്പോൾ പോത്തുകല്ലിൽ നിന്ന് ചേരുന്നുണ്ട്. സച്ചിൻ, അവിടെ നടക്കുന്ന സംസ്കാര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണിപ്പോൾ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി ഇനിയും വൈകുമോ ഇത് പൂർത്തിയാക്കാൻ? മഴ തടസ്സം ചെയ്യുന്നുണ്ടോ? മഴ ഇപ്പോൾ ഏതാണ്ട് മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. മഴയൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ? മഴ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. എന്താണ് അതടക്കം ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഒരു വിവരങ്ങൾ?
തീർച്ചയായും മഴ മാറി നിന്നിട്ടുണ്ട്. കാരണം മഴയത്ത് പോലും വലിയ രീതിയിലുള്ള സംസ്കാര പ്രവർത്തനങ്ങളാണ് ഈ പുതുപ്പനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അവസാന ഘട്ടത്തിലുള്ള ആംബുലൻസ് സച്ചിൻ, അതിൽ കണ്ടൊരു ദൃശ്യം മുൻപ് വന്ന ദൃശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ടാർപ്പാളിനൊക്കെ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മഴയെ തടയാൻ, അല്ലെങ്കിൽ മഴവെള്ളം ഈ പ്രദേശത്ത് ഈ പറഞ്ഞ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കുഴികളിലേക്കും മറ്റും വീഴാതിരിക്കാൻ വേണ്ടിയുള്ള നിലയിൽ സന്നദ്ധ പ്രവർത്തകർ പെരുമാറുന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ കാണാനുണ്ട്. അല്പം മുമ്പ് അതായിരുന്നു കനത്ത മഴയിലെ ഒരു സ്ഥിതി, അല്ലേ? തീർച്ചയായും. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണ് കുഴിയിലേക്ക് ഇടാനുള്ള പ്രവർത്തനം പോലും തടസ്സപ്പെടുമെന്ന് മുൻകൂട്ടി. സച്ചിൻ, കേൾക്കാനാവുന്നില്ല. സച്ചിൻ, റേഞ്ച് ശ്രദ്ധിക്കൂ, കട്ടാവുന്നുണ്ട്. റൈറ്റ് സച്ചിൻ, ഒന്നും കേൾക്കാനാവുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തീരുമാനിച്ച പ്രകാരം തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അല്പം മുമ്പ് കനത്ത മഴയായിരുന്നു. ആ മഴയിലും സച്ചിൻ പറഞ്ഞോളൂ. തീർച്ചയായും കനത്ത മഴ ഇപ്പോൾ മാറി നിന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സംസ്കാര ചടങ്ങിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നേരത്തെ എത്തിയ മൃതദേഹങ്ങളുടെ DNA സാമ്പിളിന്റെ കോഡ് നമ്പർ ഇപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവസാന ഘട്ടത്തിലുള്ള ആംബുലൻസുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ എത്തിക്കഴിഞ്ഞാൽ നിലവിൽ ഇന്നത്തെ സംസ്കാരം പൂർത്തിയാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവമത സർക്കാരിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടത് DYFI അടക്കമുള്ള യുവജന സംഘടന വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പോത്തുകല്ലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാനാവുന്നതും. ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ഈ പറഞ്ഞതുപോലെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും വൈകുന്നേരം മുതൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ്. ഇന്ന് 3:30-നാണ് ഇത് തീരുമാനിച്ചത്. ഏതാണ്ട് ആ സമയം മുതൽ തന്നെ ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരഭാഗങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓരോന്നും പ്രത്യേകമായി തന്നെ സംസ്കരിക്കുന്നു. അവിടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ചേർത്ത് അതിനുശേഷം സർവമത പ്രാർത്ഥനകളും ഒക്കെയായിട്ടാണ് ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ നടന്നു വരുന്നത്. ഇപ്പോഴും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ ഇപ്പോഴത്തത് കഴിഞ്ഞാൽ ഇനിയും ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിനും മറ്റുമായി കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്. അതും അടിയന്തരമായി ഏറ്റെടുത്ത് ഞാൻ നേരത്തെ അതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ വിധത്തിലുള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ തെരച്ചിൽ തുടരുന്നു. നാളെയും മുമ്പ് സൂചിപ്പിച്ച തരത്തിൽ വളരെ സമഗ്രമായി തന്നെ നാളെയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതലായി തെരച്ചിൽ ഉണ്ടാകും. സൂചിപ്പാറ അടക്കം പോത്തുകല്ല് വരെയുള്ള പ്രദേശങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ തെരച്ചിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ പുഞ്ചിരിമറ്റത്തും അതുപോലെ മുണ്ടക്കയിലും അതുപോലെ മേലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ പുഴയോരത്തൊക്കെയും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഇന്ന് തെരച്ചിലുണ്ടായിരുന്നു. അവിടെയൊക്കെ നാളെയും അതേ മട്ടിൽ തന്നെ തെരച്ചിൽ നടപടികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് സ്കൂളുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ്. ക്യാമ്പുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത സ്കൂളുകളൊക്കെ ചുണ്ടയിലും മറ്റും RC ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഇന്ന് സ്കൂൾ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ കുട്ടികൾ അവിടേക്ക് സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങുന്നു. അതുതന്നെ കുട്ടികളെ സംബന്ധിച്ചൊരു വലിയ മാറ്റമാണ്. ഈ ഉരുൾപൊട്ടലിന് വിധേയമായ പ്രദേശങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ രാവിലെ ടീച്ചർമാരൊക്കെ സംസാരിക്കുമ്പോൾ ഇതേ തുടർന്നുണ്ടായ യാത്രാ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ച് മാതാപിതാക്കളൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്ന് ടീച്ചർമാർ പറയുന്നു. അപ്പോൾ ഇത്തരം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുക, മികച്ച ക്യാമ്പ് സൗകര്യം ഒരുക്കുക, രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉറപ്പാക്കുക, ഇവർക്ക് കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തുക,
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുനരധിവാസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ തോതിലുള്ള സഹായ വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെ ആകെയും സംസ്ഥാന സർക്കാർ ഏകോപിപ്പിച്ച് ഏറ്റവും പ്രധാനമന്ത്രി മുഹമ്മദ് റിയാസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്താണോ ഈ ദുരന്തത്തിന് ഇരയായി ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെയായി കഴിയുന്ന മനുഷ്യർ, അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്താണ്, അതടക്കം അവരോട് സർക്കാർ സംസാരിക്കും, അവരുടെ ആഗ്രഹം കേൾക്കും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ശരിയും ശാസ്ത്രീയവുമായ ഒരു പുനരധിവാസ സംവിധാനം രൂപപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചത്. ആ രീതിയിൽ എല്ലാ മേഖലകളിലേക്കും ഒരു വലിയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലേക്കും വളരെ സമഗ്രമായി ഇടപെട്ടുകൊണ്ട് രാജ്യത്ത് തന്നെ മാതൃകയാവുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു വലിയ റഫറൻസായി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ പ്രവർത്തനമാകെ മാറാൻ പോവുകയാണ് എന്നതുകൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ വയനാട്ടിൽ ഒറ്റപ്പെട്ടുപോയ കുട്ടികളടക്കമുള്ളവരുടെ സംരക്ഷണം സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഏറ്റെടുക്കും. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം സൗകര്യം ഒരുക്കാമെന്ന് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന 2000-ഓളം സ്ഥാപനങ്ങളിൽ കുട്ടികൾ, വൃദ്ധർ, അഗതികൾ തുടങ്ങി വിവിധ പ്രായത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് തീരുമാനം. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം സൗകര്യമൊരുക്കാനുള്ള ക്രമീകരണമുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുമെന്നും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള പറഞ്ഞു. പ്രായപരിഗണന കൂടാതെ എല്ലാവരെയും സംരക്ഷിക്കാൻ OCVക്ക് കഴിയും. അത് വയനാട് ജില്ലകളിലെ ക്ഷേമസ്ഥാപനങ്ങൾ മതിയാകാതെ വരുമ്പം കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും മലപ്പുറത്തേക്കും കൂടി ആ സേവന ശൃംഖല ഒന്ന് വികസിപ്പിച്ചാൽ ബാക്കി വരുന്ന എല്ലാ ആളുകളെയും അവർക്ക് ആശ്വാസം കിട്ടും വിധം വിന്യസിക്കാനാകുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ബോർഡിന് കീഴിലുള്ള കൗൺസിലർമാരുടെ സേവനം വയനാട്ടിൽ ഉറപ്പുവരുത്തും. ഒറ്റപ്പെട്ടവരുടെ കണക്കുകൾ പൂർണ്ണമായി ലഭിക്കുന്നതോടെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ പരമാവധി പേരെ ഉൾക്കൊള്ളാവുന്ന ക്രമീകരണം ഒരുക്കാനാണ് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.